ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനെ പോലും കബളിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കാൻ മടിച്ച ഒരു വലിയ രഹസ്യത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. പ്രപഞ്ചം എന്നും ഇതുപോലെയായിരുന്നു എന്ന ശാസ്ത്രലോകത്തിൻ്റെ അഹങ്കാരത്തെ ഒരൊറ്റ ദൂരദർശിനി കൊണ്ട് തകർത്തപ്പോൾ സത്യം തിരിച്ചറിയാൻ ഒരു പുരോഹിതൻ വേണ്ടി വന്നു. നമ്മൾ ഈ കാണുന്ന അനന്തമായ പ്രപഞ്ചം മുഴുവൻ ഒരു കാലത്തൊരു കടുകുമണിയേക്കാൾ ചെറിയ ബിന്ദുവിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാവും. കാരണം ആ മഹാസംഭവത്തിൻ്റെ തെളിവുകൾ ഇന്നും ഈ നിമിഷവും നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ശൂന്യതയിൽ നിന്ന് സമയവും സ്ഥലവും ജനിച്ച ആ നിമിഷത്തെ നമ്മൾ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നു. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ അതൊരു ബാങ് ആയിരുന്നില്ല. അവിടെ ഒരു സ്ഫോടനവും നടന്നിട്ടില്ല. പിന്നെന്താണ് സത്യത്തിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ സംഭവിച്ചത്? ആരും അത്രയ്ക്ക് പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ആ കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശിയെ ആകമാനം വഞ്ചിച്ച ഏറ്റവും മനോഹരമായ ഒരു കള്ളം പറഞ്ഞാണ് ഞാൻ ഇന്നത്തെ കഥ ആരംഭിക്കുന്നത്. വെറുതെ ഒന്ന് തല ഉയർത്തി ആകാശത്തേക്ക് നോക്കിയാൽ നമ്മൾ രാത്രി കാണുന്ന നക്ഷത്രം നിറഞ്ഞ ഒരു വലിയ സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് പണ്ടുള്ളവർ ഒരുപാട് പേര് വിചാരിച്ചിരുന്നത്. മാത്രമല്ല, ഭാവിയിലും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു. നിശ്ചലമായ പ്രപഞ്ചം അഥവാ സ്റ്റാറ്റിക് യൂണിവേഴ്സ് എന്നുള്ളതായിരുന്നു ശാസ്ത്രലോകത്തെ ചക്രവർത്തിമാർ വരെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം. മനുഷ്യൻ്റെ മനസ്സിന് സുരക്ഷിതത്വ ബോധം നൽകുന്ന ഒരു വിശ്വാസം കൂടിയായിരുന്നു. മാറ്റമില്ലാത്ത പ്രപഞ്ചം നമുക്കൊരു തറവാട് പോലെയാണ്. അവിടെ നമ്മൾ സുരക്ഷിതരാണ്, എല്ലാം ക്രമത്തിലാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ ശാന്തമായ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളകാൻ പോകുന്നൊരു മാത്തമാറ്റിക്കൽ കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടായിരുന്നു. സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ജനറൽ റിലേറ്റിവിറ്റിയുടെ സമവാക്യങ്ങൾ എഴുതി തീർത്ത നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമായി മാറി. കാരണം അദ്ദേഹം വികസിപ്പിച്ചെടുത്ത മാത്തമാറ്റിക്സ് അദ്ദേഹത്തോട് വളരെ ക്രൂരമായിട്ടുള്ള ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ട്. പ്രപഞ്ചത്തിന് വെറുതെ ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആ സത്യം. ഐൻസ്റ്റീൻ്റെ ഗണിതശാസ്ത്ര പ്രകാരം ഗ്രാവിറ്റി എന്ന ആകർഷണ ശക്തി പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും വലിച്ചെടുക്കുന്നൊരു സാധനമാണ്. അങ്ങനെ സംഭവിച്ചാൽ പ്രപഞ്ചം തകർന്ന് തരിപ്പണമാവും. അതല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന രീതിയിൽ എന്തോ ഒന്ന് അതിനെ പുറത്തോട്ട് തള്ളണം. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം വികസിക്കണം. അതായത് കണക്കുകൾ പ്രകാരം പ്രപഞ്ചം ചലനാത്മകമായിരിക്കണം. ഒന്നുകിൽ അത് ചുരുങ്ങുന്നു, അല്ലെങ്കിൽ അത് വികസിക്കുന്നു. പക്ഷേ തൻ്റെ സമവാക്യങ്ങൾ കാണിക്കുന്ന ആ ഒരു അസ്ഥിരതയെ ഉൾക്കൊള്ളാൻ ഐൻസ്റ്റീൻ്റെ സയൻറ്റിഫിക് ഇൻഡ്യൂഷന് പറ്റിയില്ല. ഒരു തുടക്കമുള്ള അല്ലെങ്കിൽ മാറ്റം വരുന്ന പ്രപഞ്ചം എന്ന ആശയം അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഈ ഒരു അസ്വസ്ഥത മാറ്റാൻ വേണ്ടി അദ്ദേഹം തൻ്റെ സുന്ദരമായ ഇക്വേഷനുകളിൽ കള്ളത്തരം കാണിക്കാൻ തുടങ്ങി. കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് അഥവാ ലാംഡ എന്നൊരു പുതിയ ഘടകത്തെ അദ്ദേഹം ആർട്ടിഫിഷ്യലി കൂട്ടിച്ചേർത്തു. അതിന് വേറെ റീസൺ ഒന്നുമില്ല മാത്തമാറ്റിക്കലി. പക്ഷെ അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രപഞ്ചത്തെ ത്രാസ് പോലെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു ബലമായിട്ട് അത് മാറി അവിടെ നിന്നു. അങ്ങനെ കണക്കുകൾ അദ്ദേഹം വരുതിയിലാക്കി. പ്രപഞ്ചം നിശ്ചലമാകണമെന്ന് അദ്ദേഹം ശഠിച്ചു. ഇതാണ് ലോകം, ഇതിങ്ങനെ മതി എന്നൊരു കുട്ടി വാശി പിടിക്കുന്നത് പോലെയായിരുന്നു അന്നത്തെ തീരുമാനം. ഇത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് വൈകാരികമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ഇവിടെയാണ് ചരിത്രം ഒരു വഴിത്തിരിവിലേക്ക് വരുന്നത്. ബെൽജിയത്തിലെ ലൂവൈൻ എന്ന സ്ഥലത്തെ കാത്തോലിക്ക സർവകലാശാലയിൽ ജോർജ് ലെമൈറ്റർ എന്നൊരു പുരോഹിതൻ ഐൻസ്റ്റീൻ തള്ളിക്കളഞ്ഞ അതേ കണക്കുകൾ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ഐൻസ്റ്റീൻ ഗണിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചപ്പോൾ ലെമൈറ്റർ ആ ഗണിതം തന്നെ പറയുന്ന കഥയെ ഫോളോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആരെയും ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് ലെമൈറ്ററിന് കിട്ടുന്നത്. അതായത്, ഇന്നത്തെ പ്രപഞ്ചം വികസിക്കുകയാണെങ്കിൽ സമയത്തിലൂടെ നമുക്ക് ഒന്ന് പുറകോട്ട് സഞ്ചരിച്ച് നോക്കിയാൽ, അതായത് ഒരു സിനിമ റിവൈൻഡ് ചെയ്യുന്നത് പോലെ നോക്കിയാൽ, ഇന്നലത്തെ പ്രപഞ്ചം ഇന്നത്തെ പ്രപഞ്ചത്തേക്കാൾ ചെറുതായിരിക്കണം. ഒരു സാധനം ഇങ്ങനെ ആവുകയാണെങ്കിൽ കുറച്ച് മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലോ. സോ ഒരാഴ്ച മുമ്പ്, ഒരു വർഷം മുമ്പ്, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് അതങ്ങനെ വീണ്ടും വീണ്ടും ചെറുതാവും. അങ്ങനെ പുറകോട്ട് പോകുന്തോറും ഗാലക്സികൾ തമ്മിലുള്ള അകലം കുറയണം, നക്ഷത്രങ്ങൾ അടുക്കണം. ഒടുവിൽ സങ്കല്പിക്കാവുന്നതിനും അപ്പുറം പഴക്കമുള്ള ഒരു കാലത്ത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, എല്ലാ ദ്രവ്യവും എല്ലാ ഊർജവും ഒരു പരമാണുവിലേക്ക് ചുരുങ്ങിയിരിക്കണം. ഈ ഒരൊറ്റ ചിന്തയിൽ നിന്നാണ് പ്രീമിയൽ ആറ്റം അഥവാ ആദിമ ആറ്റം എന്ന ആശയം ലെമൈറ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ലെമൈറ്റർ ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗാലക്സികൾ ഉണ്ട് എന്നോ ഈ ഗാലക്സികളെല്ലാം അകന്നു പോവുകയാണോ എന്നോ ലോകത്തിന് ആൾറെഡി അറിയില്ലായിരുന്നു. മിൽക്കി വേ മാത്രമാണ് പ്രപഞ്ചം എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അതിനകത്ത് നിന്നാണ് ഐൻസ്റ്റീൻ ഇക്വേഷൻ കണ്ടെത്തുന്നതും അതിൽ നിന്ന് ലെമൈറ്റർ പല കാര്യവും കണ്ടെത്തുന്നത്. സോ ലെമൈറ്റർ പറഞ്ഞത് സമയം പോലും ജനിക്കുന്നത് അവിടെ നിന്നാണ് എന്നാണ്. എന്നാൽ ഈ ആശയം അന്നത്തെ കാലത്തെ സയൻറ്റിഫിക്
തിങ്കിങ്ങിന് തീർത്തും ദഹിക്കാത്തൊരു കാര്യമാണ്. കാരണം ബൈബിളിലെ സൃഷ്ടിയുടെ കഥയ്ക്ക് ശാസ്ത്രീയമായ ഒരു അടിത്തറ കൊടുക്കാനായിട്ട് ഒരു പള്ളിയിലെത്താൻ ശ്രമിക്കുന്ന ഗൂഢശ്രമമായിട്ടാണ് പലരും ഇതിനെ കണ്ടത്. പ്രപഞ്ചത്തിന് ഒരു തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ സൂചിപ്പിക്കുന്നതാണ് എന്ന രീതിയിലാണ് ഇദ്ദേഹം മിസ്ലീഡ് ചെയ്യുന്നത് എന്നവർ പറയാൻ തുടങ്ങി. സോൾവേ കോൺഫറൻസിൽ വെച്ച് ഐൻസ്റ്റീൻ ലെമൈറ്ററിനോട് പറഞ്ഞൊരു പ്രസിദ്ധമായ വാചകമുണ്ട്: നിങ്ങളുടെ കണക്കുകൾ ശരിയാണ്, പക്ഷേ നിങ്ങളുടെ ഫിസിക്സ് പരമ ബോറാണ്. പക്ഷേ അത് സത്യത്തിൽ ഐൻസ്റ്റീൻ്റെ ശാസ്ത്രീയമായ വിയോജിപ്പല്ല, മറിച്ച് മാറ്റമുണ്ടാകുന്ന പ്രപഞ്ചത്തെ മനസ്സിലാക്കാനും അതിനെ അംഗീകരിക്കാനുമുള്ള ഐൻസ്റ്റീൻ്റെ ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ നിയമപുസ്തകങ്ങളിൽ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. ലെമൈറ്ററിൻ്റെ പേപ്പറിൽ മഷി ഉണങ്ങുന്നതിന് മുൻപേ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് കാലിഫോർണിയയിലെ മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററിയിൽ എഡ്വിൻ ഹബിൾ എന്നൊരു മനുഷ്യൻ രാവുകളെ പകലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹുക്കർ ടെലസ്കോപ്പ് എന്ന അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായിരുന്നു ഹബിളിൻ്റെ ആയുധം. അക്കാലത്ത് നമ്മൾ കരുതിയിരുന്നത് ആകാശത്ത് കാണുന്ന വെളുത്ത മങ്ങിയ പാട്, അതായത് നെബുലകൾ, നമ്മുടെ ഗാലക്സിക്കുള്ളിലെ വെറും വാതക മേഘങ്ങളാണ് എന്നാണ്. പ്രപഞ്ചം എന്നാൽ നമ്മുടെ ക്ഷീരപഥ ഗാലക്സി മാത്രമാണ് എന്നായിരുന്നു അന്നത്തെ ധാരണ. നമ്മുടെ നക്ഷത്രങ്ങൾ, നമ്മൾ കാണുന്ന കുറേ രൂപങ്ങൾ, അത്രമാത്രം. പക്ഷേ ഹബിളിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ അഹങ്കാരത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. അദ്ദേഹം ആൻഡ്രോമീഡ എന്ന നെബുലയെ നിരീക്ഷിക്കുമ്പോൾ അതിനുള്ളിൽ മിന്നിത്തിളങ്ങുന്ന ചില നക്ഷത്രങ്ങളെ കണ്ടെത്തി. സെഫൈഡ് വേരിയബിൾസ് എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലെ ലൈറ്റ് ഹൗസുകളാണ്. അവയുടെ തെളിച്ചം മാറുന്നത് വെച്ച് അവയിലേക്കുള്ള ദൂരം കൃത്യമായി അളക്കാൻ പറ്റും. ഹബിൾ ആ ഒരു കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയപ്പോൾ പകച്ചുപോയി. കാരണം ആ നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിലല്ല, അവ നമ്മുടെ ഗാലക്സികളുടെ അതിരുകൾക്കപ്പുറം ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയാണ്. അതായത് ആൻഡ്രോമീഡ എന്നത് വെറും വാതകക്കൂട്ടമല്ല, മറിച്ച് നമ്മുടെ ഗാലക്സിയെ പോലെയുള്ള മറ്റൊരു ദ്വീപ് പ്രപഞ്ചമാണ്, അതായത് ഐലൻഡ് യൂണിവേഴ്സാണ്. അതോടെ ഒറ്റ രാത്രി കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ വലിപ്പം അനന്തമായി മാറി. പ്രപഞ്ചം എന്നത് നമ്മുടെ കൊച്ചു ഗാലക്സി മാത്രമല്ല, കോടിക്കണക്കിന് ഗാലക്സികൾ നിറഞ്ഞ മഹാസമുദ്രമാണെന്ന് ഹബിൾ തെളിയിച്ചു. പക്ഷേ ഹബിളിൻ്റെ രണ്ടാമത്തെ കണ്ടെത്തലായിരുന്നു വിശ്വസനീയമല്ലാതിരുന്നത്. ഈ ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശത്തെ ഒരു പ്രിസം ഉപയോഗിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന സ്പെക്ട്രം ഉണ്ട്, അതായത് അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള കളേഴ്സ്. അത് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു മഴവില്ല് പഠിക്കുന്ന സമയത്ത് അതിൽ ഹൈഡ്രജൻ്റെയും മറ്റും രേഖകൾ കാണാൻ പറ്റും. ഹബിൾ നോക്കുമ്പോൾ എല്ലാ ഗാലക്സികളിൽ നിന്നുള്ള ഈ രേഖകളും സ്പെക്ട്രത്തിൻ്റെ ചുവപ്പ് വശത്തേക്ക്, അല്ലെങ്കിൽ റെഡ് എൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നീങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെയാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം കടന്നു വരുന്നത്. നമ്മൾ റോഡിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ സൈറൺ മുഴക്കി വരുന്ന ഒരു ആംബുലൻസ് നമ്മളെ അടുത്തെത്തുമ്പോൾ നല്ല ശബ്ദമാണ്, പക്ഷേ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി താഴ്ന്നു പോവില്ലേ? അപ്പോൾ ശബ്ദ തരംഗങ്ങൾ ഈ സോഴ്സ് പോകുന്നതിനനുസരിച്ച് വലിഞ്ഞു നീളുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രകാശവും ഒരു തരംഗമായതുകൊണ്ട് ആ നിയമം ഇവിടെയും ബാധകമാണ്. വെളിച്ചത്തിൻ്റെ ഉറവിടം നമ്മളിൽ നിന്ന് വേഗത്തിൽ അകന്നു പോവുകയാണെങ്കിൽ പ്രകാശ തരംഗങ്ങൾ വലിഞ്ഞു നീളുകയും വെളിച്ചത്തിൻ്റെ നിറം ചുവപ്പിലേക്ക് മാറുകയും ചെയ്യും. ഇതാണ് റെഡ് ഷിഫ്റ്റ്. അദ്ദേഹം ദൂരെയുള്ള ഗാലക്സികളുടെ പ്രകാശം പ്രിസം വെച്ച് പഠിച്ചപ്പോഴും അതിനകത്ത് റെഡ് ഷിഫ്റ്റ് കാണുന്നു. അങ്ങനെ ഹബിൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഭൂരിഭാഗം ഗാലക്സികളും ചുവപ്പിലേക്ക് നീങ്ങുന്നു എന്നാണ്. മാത്രമല്ല, എത്ര ദൂരെയാണോ അത്രയും വേഗത്തിലാണ് ഈ ഗാലക്സികൾ അകന്നകന്ന് പോകുന്നത്. ഇത് നൽകിയ ഷോക്ക് ചെറുതൊന്നുമല്ല. പ്രപഞ്ചം ശാന്തമായി കിടക്കുകയല്ല എന്നും, മറിച്ച് അതൊരു സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ എന്ന പോലെ എല്ലാ ദിശയിലേക്കും പാഞ്ഞു പോവുകയാണ്. പക്ഷേ ഗാലക്സികൾ സ്പേസിലൂടെ സഞ്ചരിക്കുകയായിരുന്നില്ല. ഐൻസ്റ്റീൻ്റെ തിയറികൾ ലെമൈറ്റർ വ്യാഖ്യാനിച്ചതുപോലെ സ്പേസ് തന്നെ വികസിക്കുകയായിരുന്നു. ഒരു ബലൂണിൽ കുറേ ഉണക്കമുന്തിരികൾ ഒട്ടിച്ചു വെച്ചിട്ട് ബലൂൺ വീർപ്പിക്കുന്നതൊന്ന് സങ്കല്പിച്ചാൽ മതി. മുന്തിരികൾ അല്ലെങ്കിൽ ഗാലക്സികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ലെങ്കിലും ബലൂൺ വികസിക്കുന്നത് കൊണ്ട് ഏതൊരു മുന്തിരിയിൽ ഇരുന്ന് നോക്കിയാലും മറ്റൊരു മുന്തിരി അകലുന്നതായിട്ട് തോന്നും. ദൂരെയുള്ള മുന്തിരികൾ വളരെ വേഗത്തിൽ അകലുന്നതായും കാണാം. ഇതിനെ ഗാലക്സികളും സ്പേസും വെച്ച് പറഞ്ഞതാണ് ഹബിൾ നിയമം എന്ന് പറയുന്നത്. മാറ്റമില്ലാത്ത പ്രപഞ്ചം എന്ന കല്ലിൽ കുത്തിയ വിശ്വാസം അതോടെ തകർന്നടിഞ്ഞു. ഐൻസ്റ്റീൻ പിന്നീട് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ചേർത്ത് ഇക്വേഷൻ മാറ്റാൻ നോക്കിയത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ഗാലക്സികൾ അകന്നുകൊണ്ടിരിക്കുന്നത് ഹബിളാണെങ്കിൽ ഐൻസ്റ്റീനെ വിളിച്ച് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സോ ലെമൈറ്റർ പറഞ്ഞതാണ് ശരി, പ്രപഞ്ചം വികസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിലെല്ലാം ഒരു ബിന്ദുവിലായിരുന്നു എന്ന കാര്യത്തിലും ഒരു സത്യമുണ്ടാവണം. ഫ്രെഡ് ഹോയിൽ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഈ ഒരു ആശയത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു റേഡിയോ പരിപാടിയിൽ വെച്ച് ഇതിനെ ബിഗ് ബാങ് എന്ന് വിളിച്ചു. ഓഹോ, അപ്പോൾ കാര്യങ്ങൾ ഒരൊറ്റ സ്ഫോടനത്തിൽ തുടങ്ങിയെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന പുച്ഛത്തോടെയുള്ള ചോദ്യമായിരുന്നു. പക്ഷേ വിധിയുടെ വിളയാട്ടം എന്ന് പറയട്ടെ, ആദ്യത്തെ ആ ഒരു പ്രീമിയൽ ആറ്റത്തിൽ നിന്ന് എല്ലാം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്ത് ഉണ്ടായതിനെ ഇപ്പോഴും എല്ലാവരും ഔദ്യോഗികമായി വിളിക്കുന്നത് ബിഗ് ബാങ് അഥവാ വലിയൊരു പൊട്ടിത്തെറി എന്നാണ്. ഹോയിലിൻ്റെ നേതൃത്വത്തിൽ പലരും സ്റ്റഡി സ്റ്റേറ്റ് തിയറിയിൽ ഉറച്ചു നിന്നവരാണ്.
വികസിക്കുന്നുണ്ടെങ്കിലും പ്രപഞ്ചം എല്ലായ്പ്പോഴും ഒരേപോലെ ഇരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള അവസാനത്തെ ശ്രമമായിരുന്നു അത്. ഈ തർക്കം തീർക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ബിഗ് ബാങ് ശരിയാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആ മഹാസ്ഫോടനത്തിലുണ്ടായ അതിഭീകരമായ ചൂട് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ പറ്റില്ലല്ലോ. കോടിക്കണക്കിന് വർഷം കൊണ്ട് പ്രപഞ്ചം വികസിച്ചപ്പോൾ ആ ഊർജം തണുത്ത് സ്പേസ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ടാവണം. അതിസൂക്ഷ്മമായ ഒരു മൈക്രോവേവ് തരംഗമായി അതിപ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാവണം. ആദിമ സ്ഫോടനത്തിൻ്റെ ആ പുക, അതാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ശാസ്ത്ര ചരിത്രത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ വർഷങ്ങളോളം അത് തേടി നടന്നവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടിയത് തികച്ചും യാദൃശികമായിട്ടാണ്. 1960കളിൽ ഒരു കൂറ്റൻ റേഡിയോ ആന്റിന നന്നാക്കാൻ 2 ചെറുപ്പക്കാർ പോവുകയുണ്ടായി. ആർനോ പെൻസിയാസും റോബർട്ട് വിൽസണും. ബെൽ ലാബ്സിലെ എഞ്ചിനീയർമാരായ അവർ തങ്ങളുടെ സെൻസിറ്റീവായ ആന്റിനയിൽ കേൾക്കുന്ന അസഹനീയമായൊരു സ്റ്റാറ്റിക് നോയ്സ് അല്ലെങ്കിൽ ഒരു മൂളൽ ഒഴിവാക്കാൻ പെടാപ്പാടുപെടുകയാണ്. അത് ന്യൂയോർക്കിലെ റേഡിയോ നിലയത്തിൽ നിന്നോ അതോ ആകാശഗംഗയിൽ നിന്നാണോ എന്നവർ പരിശോധിച്ചു. ആന്റിന ഏത് ദിശയിലേക്ക് തിരിച്ചാലും ഏത് സമയത്തായാലും ഈ മൂളൽ അവിടെയുണ്ട്. അവസാനം ആന്റിനയ്ക്കുള്ളിൽ കൂടുവച്ചിരുന്ന പ്രാവുകളെ അവർ സംശയിച്ച് അതിനെ ആട്ടി ഓടിച്ച് യന്ത്രത്തിനകത്ത് കയറി പ്രാവിൻ്റെ കാഷ്ടം മുഴുവൻ വടിച്ചു കളഞ്ഞ് വൃത്തിയാക്കി. എന്നിട്ടും ആ മൂളൽ പോയില്ല. ഈ സമയം അധികം അകലെ അല്ലാതെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ റോബർട്ട് ഡിക്കയും സംഘവും ബിഗ് ബാങ്ങിൻ്റെ തെളിവായിട്ടുള്ള പഴയ റേഡിയേഷൻ കണ്ടെത്താൻ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോഴാണ് പെൻസിയാസിനും വിൽസണും തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റിയത്. അവർ കേട്ടുകൊണ്ടിരുന്ന ആ ഹിസ് ശബ്ദം വെറുമൊരു നോയ്സ് ആയിരുന്നില്ല. 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഒരു അഗ്നിഗോളമായിരുന്ന സമയത്ത് പുറപ്പെട്ട ആദ്യത്തെ പ്രകാശകിരണങ്ങളാണവ. യുഗാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് തണുത്തുറഞ്ഞ് മൈക്രോവേവ് തരംഗങ്ങളായി അവ മാറി. അതാണ് അവരുടെ ആന്റിനയിൽ പതിക്കുന്ന ശബ്ദം, പ്രപഞ്ച സൃഷ്ടിയുടെ എക്കോ. അതിനെ നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് വിളിക്കുന്നു. സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു ആ കണ്ടെത്തൽ. ഇതൊരു തമാശയല്ല. പ്രപഞ്ചത്തിന് ചുട്ടുപൊള്ളുന്ന ഒരു ഇന്നലെ ഉണ്ടായിരുന്നു എന്നവർ തെളിയിച്ചു. പെൻസിയാസിനും വിൽസണും നോബൽ സമ്മാനം കിട്ടിയപ്പോൾ അത് മനുഷ്യരാശിയുടെ അറിവിൻ്റെ ചക്രവാളം മാറ്റിമറിച്ചു. ഒരു സേഫായ പ്രപഞ്ചത്തിൽ നിന്ന് ഊർജ്ജസ്വലവും പ്രക്ഷുബ്ധവുമായ ഒരു പ്രപഞ്ചത്തിലേക്കുള്ള മാറ്റം. നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു കറുത്ത ശൂന്യതയല്ല, മറിച്ച് പ്രപഞ്ചമുണ്ടായതിൻ്റെ പഴയ തീപ്പൊരികളുടെ അവശേഷിപ്പ് കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു ക്യാൻവാസാണ് അതെന്ന് നമ്മൾ മനസ്സിലായി. പ്രാവുകളുടെ കാഷ്ടം കഴുകിക്കളഞ്ഞ് അവർ കണ്ടെത്തിയത് സത്യത്തിൽ ചരിത്രത്തിൽ തന്നെ എഴുതപ്പെടുന്ന കാലത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള തെളിവായിരുന്നു. ഈ കണ്ടുപിടുത്തത്തോടു കൂടി എന്നും അവിടെയുള്ള പ്രപഞ്ചം എന്ന അധ്യായം എന്നേക്ക് അവസാനിച്ചു. എന്നാൽ ഈ അറിവ് നമ്മളിൽ ഉണ്ടാക്കേണ്ടത് ഭയമല്ല, മറിച്ച് വിസ്മയമാണ്. ഓരോ തവണ TV ഓൺ ചെയ്യുമ്പോഴും ചാനലില്ലാതെ വരുന്ന സ്ക്രീനിലെ വെളുത്ത ആ ഒരു സ്റ്റാറ്റിക് പൊരിച്ചിലില്ലേ, അതിൽ 1% വരുന്നത് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ബിഗ് ബാങ്ങിൻ്റെ അവശിഷ്ടങ്ങളാണ്. നിങ്ങൾ TV നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നോക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ജനനത്തിലേക്കാണ്. പ്രപഞ്ചം ജനിച്ചതിൻ്റെ ഹിസ് ശബ്ദം പെൻസിയാസും വിൽസണും കേട്ടതോടുകൂടി ഒരുവിധം തർക്കങ്ങളൊക്കെ അവസാനിച്ചു. എങ്കിലും മനസ്സിൽ ഉറയ്ക്കാത്ത ചിലരുണ്ടായിരുന്നു. അവർക്ക് വെറും ശബ്ദം പോരാ. അവർ ചോദിച്ചു, ശരി, വലിയൊരു സ്ഫോടനം ഉണ്ടായി എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്ഫോടനത്തിൻ്റെ ചാരം എവിടെ? ഒരു തീപിടുത്തം ഉണ്ടായാൽ അവിടെ കുറച്ച് കരിയും പുകയൊക്കെ ബാക്കി കാണില്ലേ? അതുപോലെ ബിഗ് ബാങ് നടന്നിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കിയ സാധനങ്ങൾ, സോ ഔട്ട്പുട്ട് മെറ്റീരിയൽസ് എവിടെ? ഇത് തേടി നമ്മൾ പോകേണ്ടത് നക്ഷത്രങ്ങളുടെ ഉള്ളിലേക്കല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും കണക്കുകളിലേക്കാണ്. ഇതൊരു കുറ്റാന്വേഷണ കഥയിലെ ഫിംഗർ പ്രിൻ്റ് അഥവാ വിരലടയാളം കണ്ടുപിടിക്കുന്ന പോലെയാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും, വെള്ളമായാലും കാറ്റായാലും എന്തിന് നമ്മുടെ ശരീരം വരെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എലമെൻറ്റ്സ് കൊണ്ടാണ്. പക്ഷേ ഈ മൂലകങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ബിഗ് ബാങ് തിയറി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമുണ്ട്. പ്രപഞ്ചമുണ്ടായ ആദ്യത്തെ 3 മിനിറ്റുകൾ, അതാണ് പ്രപഞ്ചത്തിൻ്റെ കുക്കിംഗ് ടൈം. ആദ്യത്തെ സെക്കൻഡുകളിൽ പ്രപഞ്ചം ഭയങ്കര ചൂടുള്ളൊരു അടുപ്പിൽ എന്ന പോലെ തിളച്ചു മറിയുകയായിരുന്നു. ആ സമയത്താണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആറ്റങ്ങൾ പാകം ചെയ്യപ്പെട്ടത്. ജോർജ് ഗാമോവ് എന്ന ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ റാൾഫ് ആൽഫറും ചേർന്ന് ഗണിതശാസ്ത്രം ഉപയോഗിച്ച് ഒരു പ്രവചനം നടത്തി. ബിഗ് ബാങ് ശരിയാണെങ്കിൽ അത് സൃഷ്ടിച്ച ചൂടിൽ നിന്നും 75% ഹൈഡ്രജനും 24% ഹീലിയവും ബാക്കി 1% ലിഥിയം പോലെയുള്ള ചെറിയ സാധനങ്ങളും മാത്രമേ ഉണ്ടാകാവൂ. ഇതിൽ കൂടുതൽ ഹീലിയം ഉണ്ടാക്കാൻ നക്ഷത്രങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. ഇതിൽ കുറവാകാനും വഴിയില്ല. സോ ചിന്തിച്ചു നോക്കണം, 1380 കോടി വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ കൃത്യമായ അളവ് അവർ പേപ്പറിൽ മാത്തമാറ്റിക്സ് വെച്ച് കണക്കാക്കി. വർഷങ്ങൾക്ക് ശേഷം അത്യാധുനിക ടെലസ്കോപ്പുകളും സ്പെക്ട്രോസ്കോപ്പുകളും ഉപയോഗിച്ച് പ്രപഞ്ചത്തിലെ വാതകങ്ങളുടെ അളവ് നമ്മൾ പഠിച്ചു. ആകാശത്തിലെ ഏത് കോണിലേക്ക് നോക്കിയാലും, ഏത് പഴയ നക്ഷത്ര സമൂഹത്തെ എടുത്ത് നോക്കിയാലും അവിടെ ഗാമോവ് കണക്ക് കൂട്ടിയ അതേ അളവിലാണ്, അതായത് കൃത്യം 75% ഹൈഡ്രജനും 24% ഹീലിയത്തിൻ്റെയും സ്പെക്ട്രമാണ്
പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലൈറ്റ് പഠിച്ചിട്ട് അതിൻ്റെ സ്പെക്ട്രം വെച്ചിട്ട് പെർസെൻറ്റേജ് കണക്കാക്കാൻ പറ്റും. സൂര്യൻ്റെ കണക്കാക്കാം, മറ്റ് നക്ഷത്രങ്ങളുടെ കണക്കാക്കാം. സോ ഇതൊരു ചെറിയ കാര്യമല്ല. നക്ഷത്രങ്ങൾക്ക് ഇത്രയും ഹീലിയം ഉണ്ടാക്കാനുള്ള കഴിവില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഹീലിയം ബിഗ് ബാങ് എന്ന മഹാസ്ഫോടനത്തിൻ്റെ ചൂടിൽ വെന്ത് പാകമായതാണ്. അതിൻ്റെ പേരാണ് ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ്. പ്രപഞ്ച സൃഷ്ടിയുടെ സിദ്ധാന്തത്തിനുള്ള DNA ടെസ്റ്റ് റിസൾട്ടാണിത്. ആ കണക്കുകൾ തെറ്റാൻ വഴിയേയില്ല. പക്ഷേ തെളിവുകൾ അവിടെയും തീരുന്നില്ല. ഏറ്റവും മനോഹരമായ തെളിവ് കാണുന്നത് ടെലസ്കോപ്പുകളെ ഒരു ടൈം മെഷീനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ സമയം വേണമെന്ന് നമുക്കറിയാം. നമ്മൾ സൂര്യനെ കാണുന്നത് 8 മിനിറ്റ് മുമ്പുള്ള രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഒരു ഗാലക്സി നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ഇന്നത്തെ രൂപമല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷം മുൻപ് അതിരുന്ന രൂപമാണ്. നമ്മൾ ഭൂതകാലത്തിലേക്ക് നോക്കുകയാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി അനുസരിച്ച് പ്രപഞ്ചത്തിന് മാറ്റമില്ല എങ്കിൽ നമ്മൾ എത്ര ദൂരേക്ക് നോക്കിയാലും അവിടെ ഗാലക്സികൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ പോലെ തന്നെ മെച്ചുവറായിട്ടിരിക്കണം. കാരണം അവർ പറയുന്നത് പ്രപഞ്ചം എക്കാലത്തും ഒരുപോലെ ആയിരുന്നു എന്നാണല്ലോ. എന്നാൽ ഹബിൾ ടെലസ്കോപ്പും പിന്നീട് വന്ന ജെയിംസ് വെബ് ടെലസ്കോപ്പും ഒക്കെ പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്ക്, അതായത് സമയത്തിൻ്റെ തുടക്കത്തിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച ആ സിദ്ധാന്തത്തെ എന്നേക്കുമായിട്ട് കുഴിച്ചു മൂടുന്നതാണ്. ദൂരേക്ക് നോക്കും തോറും നമ്മൾ കാണുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ മനോഹരമായ ഗാലക്സികളല്ല, മറിച്ച് രൂപമില്ലാതെ ചിതറിക്കിടക്കുന്ന കൂട്ടിയിടിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗാലക്സികളെയാണ്. ഒരു കുഞ്ഞു വളർന്ന് മുതിർന്ന ആളാകുന്നത് പോലെ ഗാലക്സികൾക്കും ഒരു ബാല്യകാലവും കൗമാരവും ഉണ്ടായിരുന്നു എന്ന് ആ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ തുടക്കകാലം ഇന്നത്തെ പോലെ ശാന്തമായിരുന്നില്ല. അത് വന്യവും സംഘർഷഭരിതവുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗാലക്സികൾ രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. മാറ്റമില്ലാത്തൊരു പ്രപഞ്ചത്തിൽ ഇതൊരിക്കലും സംഭവിക്കില്ല. പ്രപഞ്ചം പരിണാമത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അതിനൊരു തുടക്കമുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഗാലക്സികൾ അകന്നു പോകുന്നതിൻ്റെ തെളിവായി റെഡ് ഷിഫ്റ്റ് ഉണ്ട്. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആദ്യ സ്ഫോടനത്തിൻ്റെ മാറ്റുലിയെ നിൽക്കുന്നു. മൂലകങ്ങളുടെ കൃത്യമായ അനുപാതമുണ്ട്. അതുപോലെ തന്നെ ദൂരദർശിനികളിലൂടെ നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തിൻ്റെ ബാല്യകാലമാണ്. ഇവയെല്ലാം ഒരൊറ്റ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് സമയവും സ്ഥലവും ഒന്നുമില്ലാതിരുന്ന ഒരിടത്ത് നിന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഊർജ്ജവുമായി പ്രപഞ്ചം വിരിഞ്ഞു വന്നു. ഇനി ആരെങ്കിലും ബിഗ് ബാങ് വെറുമൊരു തിയറി മാത്രമല്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണം. ഇത് ശാസ്ത്രജ്ഞർ മുറിയിലിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ കഥയല്ല, മറിച്ച് പ്രപഞ്ചം തന്നെ അതിൻ്റെ ഓരോ ആറ്റത്തിലും ഓരോ നക്ഷത്രത്തിലും ആകാശത്തിലെ ഇരുട്ടിൽ പോലും ഒളിപ്പിച്ചു വെച്ച സത്യമാണ്. നാം ആ സത്യത്തെ കണ്ടെത്താൻ അല്പം വൈകി എന്ന് മാത്രം. ഒരു കാര്യം കൂടി, നമ്മുടെ വീഡിയോസിൽ വരുന്ന കണ്ടന്റിൻ്റെ ടെക്സ്റ്റ് ഫോമും അതിൻ്റെ എക്സ്ട്രാ റീഡിങ്സും റെഫറൻസും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വായിക്കാൻ കഴിയുന്ന ഒരു സയൻസ് ന്യൂസ് പോർട്ടൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. JRStudioEdu.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസിനെയും ഈസിയായിട്ട് ആക്സസ് ചെയ്യാനും അതിൻ്റെ റെഫറൻസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ന്യൂസ് രൂപത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഇൻഫർമേഷനും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ലാത്ത വാർത്തകളും വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ ആ വെബ്സൈറ്റ് നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ബൈ.